ഗൈസ്, ഡ്രാഗൺ ബോൾ സൂപ്പറിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആർക്കായിരിക്കും ടൂർണമെന്റ് ഓഫ് പവർ. ജിറൻ പോലുള്ള ഗോഡ് ലെവൽ ക്യാരക്ടറും അതുപോലെ തന്നെ ഗോകുവിന്റെ അൾട്രാ ഇൻസ്റ്റിക്റ്റ് ഒക്കെ ഈ ഒരു ആർക്കിലാണ് നമുക്ക് കാണിച്ചു തന്നത്. എന്നാൽ ടൂർണമെന്റ് ഓഫ് പവർ നടക്കുന്ന സമയത്ത് എത്ര പേർ ഈ ഒരു കാര്യം നോട്ട് ചെയ്തിരുന്നു? എല്ലാ യൂണിവേഴ്സിലെ ഫൈറ്റേഴ്സും ഇവിടെ വന്ന സമയത്ത് അവരുടെ കീ എനർജി വെച്ച് അവർക്ക് പറക്കാൻ സാധിക്കില്ല. എന്നാൽ നാച്ചുറലായി പറക്കാൻ കഴിയുന്നവർക്ക് പറക്കാനും സാധിക്കും. തുടക്കത്തിൽ ഈ ഒരു വിഷയം നമുക്ക് സീരീസ് കാണിച്ചു തന്നതാണ്. എന്നാൽ ഈ ഒരു ആർക്കിന്റെ അവസാനം നമ്മുടെ ഗോകു അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറി നമ്മുടെ ജിറന്റെ കൂടെയുള്ള ഫൈറ്റിൽ ഗോകു പറക്കുന്ന രീതിയിലും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഗോകുവിന് എന്തുകൊണ്ട് പറക്കാൻ സാധിച്ചു? അത് അറിയുന്നതിന് മുമ്പ് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇവിടെ എല്ലാവരും കരുതുന്നത് നമ്മുടെ ഗോകു അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറിയത് കൊണ്ടാണ് ഗോകുവിന് പറക്കാൻ സാധിച്ചത് എന്ന രീതിയിലായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഈ ഒരു സീൻ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ ഗോകു ആണെങ്കിൽ ഗോകു ആ ഒരു കീ എനർജി വെച്ച് ആ ഒരു കീബോൾ ക്രിയേറ്റ് ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് അതിൽ ജമ്പ് ചെയ്താണ് ഗോകു മൂവ് ആവുന്നത്. എന്നാൽ ഗോകുവിന്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ വെറും സെക്കൻഡുകൾ കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് പറക്കുന്ന രീതിയിലും കാണിച്ചു തന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.